ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഡ്രീം ക്യാച്ചറാണ് ഉണ്ടാക്കുന്നത്. അതും ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടൊന്നുമല്ല, ഒരു ബ്ലാക്ക് കളർ ചാർട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചാർട്ടിൽ നിന്നാണ് നമ്മൾ ആ ഡ്രീം ക്യാച്ചറിനുള്ള റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു പീസിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള എല്ലാം റൗണ്ടുകളും കട്ട് ചെയ്തെടുക്കുന്നത്. എൻ്റെ പഴയ വോയിസ് അവിടെ പോയി എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ആ പഴയ വോയിസിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പം. ഈ ബ്ലാക്ക് കളർ കാണിക്കുന്നത് തന്നെ എൻ്റെ ഒരു മാനസിക സ്ഥിതിയാണ്. അത്രയ്ക്ക് ഡാർക്കായിട്ടുള്ള മാനസിക സ്ഥിതിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് തന്നെ എനിക്ക് വീഡിയോ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ ചാനലിനെ അത് ബാധിക്കും. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇട്ടേ മതിയാവും. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു. ഞങ്ങൾ ഈ രണ്ട് ഫാമിലി കൂടിയിട്ടാണ് മിക്കവാറും എവിടേക്കെങ്കിലുമൊക്കെ പോവുകയും ഒരുമിച്ച് കൂടുകയും എന്ത് കാര്യത്തിനും ഒരുമിച്ച് നിൽക്കുകയും എല്ലാം ചെയ്യുന്നത്. പെട്ടെന്നാണ് ഞങ്ങളുടെ ആ സുഹൃത്തിൻ്റെ ആ വിയോഗ വാർത്ത ഞങ്ങളെ തേടിയെത്തുന്നത്. ഞങ്ങൾക്കതൊരു വലിയൊരു ഷോക്കായിരുന്നു. ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് അത് കാരണം പഴയ വോയിസിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല, എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ കുഴപ്പമില്ലാണ്ട് വന്നു. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പം അത്യാവശ്യം ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ ഒരു രീതി വന്നിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളർ പേപ്പറാണ്. എൻ്റെ കയ്യിൽ ഇച്ചിരി ചുളിവുകളൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ പേപ്പർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഈ പേപ്പർ വെച്ചുണ്ടാക്കുന്നത് ആ തൂക്കിയിടാനായിട്ടുള്ള ഒരു ഞാലിയാണ്. അത് ഇപ്പോൾ ഈ പേപ്പർ സ്ട്രോ അതുപോലെ 3 എണ്ണമായിട്ട് മുറിക്കണം. അത് 3 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ശരിക്കും ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത് തൂവലുകളൊക്കെയാണ്. എൻ്റെ കയ്യിൽ തൂവലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു സാധാരണ ഡ്രീം ക്യാച്ചറിനേക്കാളും വ്യത്യസ്തമായിട്ടൊന്നാണല്ലോ. അപ്പം ഈ രീതിയിലാണ് അത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് പ്രചോദനം ഉണ്ടായത്. ഇനി ഇതുപോലൊരു വള്ളി ആവശ്യമാണ്. ആ വള്ളിയിലേക്ക് ഒരു വലിയൊരു മുത്ത് കോർത്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ ആ പേപ്പർ സ്ട്രോ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ആ പേപ്പർ സ്ട്രോയുടെ വലിപ്പത്തിനും കൂടുതൽ വലിപ്പമുള്ള ഒരു മുത്താണ് നമുക്ക് ആവശ്യം. മുത്തിൽ കോർത്ത ശേഷം നമുക്കത് ആ പേപ്പർ സ്ട്രോയുടെ ഉള്ളിലേക്കൂടെ കടത്തി കൊടുക്കാം. ഒരല്പം ബുദ്ധിമുട്ടുണ്ട് കടത്താനായിട്ട്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് കട്ടിയുള്ള ഒരു വള്ളി എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഇനി അത് തൂക്കിയിട്ട് കൊടുക്കാനായിട്ട് ഒരു 3 ഹോള് അതിലിട്ട് കൊടുക്കുകയാണ് അടിവശത്തായിട്ട്. പിന്നെ പറയാൻ വിട്ടുപോയി, അങ്ങനത്തെ 3 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. കെട്ടിക്കൊടുക്കുമ്പം നമ്മൾ ഒരു ഹൈറ്റ് അനുസരിച്ച്, അതായത് 2 എണ്ണം, അതായത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള 2 എണ്ണം കുറച്ച് കയറ്റി കെട്ടി കൊടുക്കണം. നടുവിലുള്ളത് കുറച്ച് ഇറക്കി കെട്ടി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് അത് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ ചാർട്ട് പേപ്പർ വെച്ചിട്ടുള്ളൊരു ഡ്രീം ക്യാച്ചർ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡ്രീം ക്യാച്ചറാണ്. ഏകദേശം ഡ്രീം ക്യാച്ചറിൻ്റെ ഒരു രൂപമൊക്കെ അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. മറ്റുള്ള വീഡിയോ ചെയ്യാനുള്ള ഐഡിയ ഒക്കെ ഇപ്പോൾ ലോ ആയിട്ടിരിക്കുകയാണ്. എങ്കിലും ശ്രമിച്ച് നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.